എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പോൺ അഡിക്ഷനെ കുറിച്ച് സംസാരിക്കാം. പോൺ അഡിക്ഷൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും പോൺ അഡിക്ഷൻ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിൽ നിന്നും എങ്ങനെ മോചനം നേടാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് എന്നോട് വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ കോളിലൂടെയോ കൺസൾട്ടേഷൻ എന്നോട് വേണം എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പറായി ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക. എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ബ്ലൂ ഫിലിം അഡിക്ഷനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നെനിക്കറിയാം. പോൺ അല്ലെങ്കിൽ ബ്ലൂ ഫിലിമിൽ ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ സ്വയം പരിഹസിച്ചുകൊണ്ടിരിക്കുക, അപഹസിച്ചുകൊണ്ടിരിക്കുക, ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുക, അതിനോടനുബന്ധിച്ച് ആങ്സൈറ്റി, സ്ട്രെസ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഞാൻ ഈ വീഡിയോയിലൂടെ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പോൺ അഡിക്ഷൻ ഉണ്ടോ എന്നറിയുവാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ കമ്പൽസീവായി ഈ പോൺ വീഡിയോസ്, ബ്ലൂ ഫിലിം കാണാറുണ്ടോ? കമ്പൽസീവായി എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ബ്ലൂ ഫിലിംസ് കാണാറുണ്ടോ? അതേപോലെ ബ്ലൂ ഫിലിംസ് കാണാതെ നിങ്ങൾക്ക് ഉറക്കം വരാറില്ല, അല്ലെങ്കിൽ വളരെയധികം അങ്കലാപ്പ്, ആശങ്ക എന്നിവ തോന്നുന്നു. കൂടെ നിങ്ങൾ ഈ പോൺ അല്ലെങ്കിൽ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല, മാസങ്ങളോളം തുടർച്ചയായി നിങ്ങൾ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം ലഭിക്കുന്നില്ല. അതിനു പുറമെ നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുവാൻ, കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ, ഫോക്കസ് ചെയ്യുവാൻ കഴിയുന്നില്ല, ഉറക്കം നേരെ വരുന്നില്ല തുടങ്ങിയ സിംറ്റംസ് എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പോൺ ഫിലിം അഡിക്റ്റഡ് ആണ്, ബ്ലൂ ഫിലിം അഡിക്റ്റഡ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ നോക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിലാണ്. അതായത് ഏകദേശം 35% ആളുകൾ, ലോകത്തെ മൊത്തം പോൺ കാണുന്നവരുടെ ഇടയിൽ 35% ഇന്ത്യയിലാണുള്ളത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൽ 35% ടീനേജേഴ്സാണ്. വീണ്ടും 35% വുമനാണ്, ലേഡീസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രയധികം ഭീകരമാണ് ഈ പോൺ അഡിക്ഷൻ എന്നുള്ള പ്രശ്നം. ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതും ഇന്ത്യയിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ ബ്ലൂ ഫിലിം അല്ലെങ്കിൽ പോൺ എന്നുള്ളത് വല്ലപ്പോഴും എല്ലാം കാണുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം കാണുന്നത് കൊണ്ട് ശാരീരികമായോ മാനസികമായോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. എന്നാൽ വീണ്ടും ഒരു ദിവസം തന്നെ 10-15 പ്രാവശ്യം കാണുക, ഒരാഴ്ചയിൽ അതേപോലെ 30-35 പ്രാവശ്യം കാണുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എത്തിപ്പെടുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്, കുറ്റബോധം ഉണ്ടാവും. അതിനുശേഷം അതിനോടനുബന്ധിച്ച് തെറ്റായ ധാരണകൾ. ഈ പോൺ കാണുന്നത് വളരെയധികം ആരോഗ്യത്തിന് മോശകരമാണ്, മാസ്റ്റർബേഷൻ ചെയ്യുന്നത് വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമാണ്, ഈ പോൺ കാണരുത് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വരും. കുറ്റബോധം വരും. കുറ്റബോധത്തിനോട് അനുബന്ധിച്ച് ഫോക്കസ് ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അതിനോടനുബന്ധിച്ച് നോക്കേണ്ട വേറൊരു പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളൊരു സെക്സ് ഒബ്ജക്റ്റായി കാണാൻ തുടങ്ങുന്നു. വീഡിയോയിൽ കണ്ട അതേപോലെ എല്ലാം പാർട്ട്ണർ നമ്മളോട് സെക്ഷുവലായി ബിഹേവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ആ പാർട്ട്ണറിനെ നിങ്ങൾ സെക്ഷുവൽ ഒബ്ജക്റ്റായി കാണുകയും അത് ചെയ്യിക്കാൻ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള, ഫിലിംസിൽ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ വീണ്ടും അവരെ കൊണ്ട് ചെയ്യിക്കുവാനായി നിങ്ങൾ അനിതര സാധാരണമായ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വയലൻസ് ഉണ്ടാവാം പല സന്ദർഭങ്ങളിലും. അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ താറുമാറാക്കാനേ സഹായിക്കുകയുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് പോൺ അഡിക്ഷൻ എന്നുള്ളത് ഒരു ഡ്രഗ് അഡിക്ഷന് സമാനമാണ്. ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിലും പോൺ അഡിക്ഷൻ ആണെങ്കിലും നമ്മളൊരു കാര്യം വീണ്ടും ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ ഒരുതരം പ്ലഷർ ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡൊപാമൈൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഡൊപാമൈൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്ലഷർ ലഭിക്കുമ്പോഴാണ്, പ്ലഷർ സെൻസേഷൻ ബ്രെയിനിൽ എത്തുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരം ഈ ഡൊപാമൈൻ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരകമായ ആ ഘടകത്തെ
വീണ്ടും കൊണ്ടുവരൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഈ പോൺ വീഡിയോസ് കാണുകയും ചെയ്യുന്നു. ഈ പോൺ വീഡിയോസ് കാണുമ്പോൾ വീണ്ടും ഡോപാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഡോപാമൈന് വേണ്ടി വീണ്ടും നമ്മൾ പോൺ കാണുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതാണ് ഇതിൻ്റെ വിഷ്യസ് സൈക്കിൾ. വീണ്ടും വീണ്ടും നമ്മൾ പോൺ കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്ലഷർ ഹോർമോണായ പോസിറ്റീവ് ഹോർമോണായ ഡോപാമൈനാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പ്രക്രിയയെ ഡോപാമൈൻ ഉണ്ടാക്കുന്ന മറ്റ് ആക്ടിവിറ്റീസിലേക്ക് വഴിതിരിച്ചു വിട്ട് ആ ഡോപാമൈൻ ആ ആക്ടിവിറ്റീസിൽ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി പോൺ കാണുക അല്ലെങ്കിൽ ബ്ലൂ ഫിലിം കാണുക എന്നുള്ള ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് പൂർണ്ണമായും മാറി നിൽക്കുവാൻ സാധ്യമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പോൺ സൈറ്റ്സ് $1 ബില്യൺ സൈറ്റ്സ് ആണ്. ഒരുപാട് കാശുണ്ടാക്കുന്ന സൈറ്റ്സ് ആണ്. ഒരുപാട് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സൈറ്റ്സ് ആണ്. ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളെ ആ പോൺ സൈറ്റ്സിൽ, ബ്ലൂ ഫിലിം സൈറ്റ്സിൽ നിലനിർത്തുവാൻ അവർ ഏതറ്റം വരെയും പോകും. പല തരത്തിലുള്ള വീഡിയോസ് ഇടാം, കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ഇടാം, പല രീതിയിലുള്ള വയലൻസ് പ്രദർശിപ്പിക്കുന്ന, ഫെറ്റിസിസം പ്രദർശിപ്പിക്കുന്ന ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഇവയെല്ലാം എന്തെങ്കിലും പുതിയ തരം സെക്ഷൽ വീഡിയോസ് ആ സൈറ്റിൽ ഇട്ട് നിങ്ങളെ ആകർഷിച്ച് ആ സൈറ്റിനെ നിങ്ങളെ അടിമയാക്കി മാറ്റുക, പോണിന് അടിമയാക്കി മാറ്റുക, അതിനനുസരിച്ച് അവർക്ക് കാശുണ്ടാക്കുക, അവർ സമ്പാദിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ആ സൈറ്റ്സിനുള്ളൂ. ഇത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. ഈ പോൺ സൈറ്റ്സ് വീണ്ടും വീണ്ടും കാണുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒരു സെക്സ് ഒബ്ജക്റ്റായി കാണുകയും ആ പാർട്ട്ണറിൽ നിന്നും ഫിലിമിൽ കണ്ട പോലെ, വീഡിയോയിൽ കണ്ട പോലെയുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും അതിന് പാർട്ട്ണർ നിരസിക്കുമ്പോൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യുന്ന ഒരുതരം മാനസിക സമ്മർദ്ദ പ്രക്രിയയിലേക്ക് നിങ്ങൾ വഴുതി വീണുകൊണ്ടേയിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിനവർ വഴങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യുമ്പോൾ, ഒരേ പാർട്ട്ണർ ആവുമ്പോൾ വീഡിയോസിൽ കാണുന്ന പോലെ പുതിയ വീഡിയോ, പുതിയ മെത്തഡോളജി ഒന്നും നിങ്ങളുടെ പാർട്ട്ണറോട് കാണിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മടുക്കുന്നു. ആ മടുപ്പ് നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടാവാം, ഡിലേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ലെത്താർജി, ക്ഷീണം ഉണ്ടാവാം, ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങളുടെ പാർട്ട്ണറെ നോക്കുന്നത് തന്നെ സംശയദൃഷ്ടിയോടെയാവാം, അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങാം. ഒരു പക്ഷേ മറ്റ് പാർട്ട്നേഴ്സിനെ തേടി പോകാനും സാധ്യതയുണ്ട് പുതുമയ്ക്ക് വേണ്ടി. അതായത് മറ്റ് ഈ പോൺ സൈറ്റ്സ് ചെയ്യുന്ന അതേ പ്രക്രിയ, പുതിയ രീതികൾ, ആ പുതിയ രീതികൾ അവലംബിക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്നർത്ഥം. അത് വളരെയധികം മോശമായ ഒരു ശാരീരിക മാനസികാവസ്ഥ നിങ്ങളിൽ സൃഷ്ടിക്കുന്നു. പോൺ അഡിക്ഷൻ ഒഴിവാക്കുവാൻ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ പോൺ അഡിക്ഷൻ ഒഴിവാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിൽ ഒരു സംശയവും വേണ്ട. ആ പോൺ അഡിക്ഷൻ ഒഴിവാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന അദമ്യമായ ആഗ്രഹം തന്നെയാണ് ഇതിൻ്റെ ആദ്യ പടി. നിങ്ങൾ നിർത്തണം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ആദ്യ പടി തന്നെ നിങ്ങളുടെ ഈ വിൽ പവറാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വിൽ പവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വിൽ പവർ ഡെവലപ്പ് ചെയ്യുവാൻ മോട്ടിവേഷൻ തെറാപ്പി മുതലായവ നിങ്ങളുടെ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് മോട്ടിവേഷൻ തെറാപ്പി പകർന്നു തരും, മോട്ടിവേഷൻ മെത്തഡോളജി പകർന്നു തരും. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് വിൽ പവർ വളർത്തിയെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. പോൺ അഡിക്ഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഹാനികരമാകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇതും നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കും. ആ വിൽ പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പോൺ സൈറ്റ്സിൻ്റെയും പോൺ വീഡിയോസിൻ്റെയും ആക്സസബിലിറ്റി, ഉപയോഗിക്കാവുന്ന അവസ്ഥയിൽ നിന്നും അവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മാറ്റിവെച്ച് നമ്മുടെ പഴയ അനലോഗ് ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതായത് സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ വീഡിയോ കാണാൻ പറ്റാത്ത, ഡയലിംഗ് മാത്രം, ഫോൺ മാത്രം ചെയ്യാൻ പറ്റുന്ന, ഫോണിലൂടെ സംസാരിക്കാൻ മാത്രം പറ്റുന്ന
ഒരു ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ദിവസത്തേക്ക് നല്ലത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം സൈറ്റ്സ് കാണുവാനുള്ള നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്തർലീനമായ പ്രവണത ഉണ്ടെങ്കിൽ തന്നെയും അതിനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുവാൻ പറ്റുകയില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. എന്തെങ്കിലും സൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പതിവായി കാണാറുള്ള അല്ലെങ്കിൽ പോൺ സൈറ്റ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ വെബ് ബ്രൗസറിൽ അത്തരം സൈറ്റ്സിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അതേപോലെ അത്തരം സൈറ്റ്സിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുക. കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഇതുപോലെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. സംഭവം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കുവാനുള്ള നിങ്ങളുടെ ത്വരയും കുറയും, നിങ്ങളുടെ ആർജവം കുറയും, പ്രചോദനം കുറയും. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ബ്രെയിനിലെ വയറിങ്ങിനെ മാറ്റിയെടുക്കുവാൻ കഴിയും. നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയൊരു രീതിയിൽ പുതിയ ഡോപാമൈൻ ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്താൽ, പുതിയ ഡോപാമൈൻ ഉണ്ടാക്കുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാവും. ആ ന്യൂറൽ പാത്വേ ഈ പഴയ പോൺ അഡിക്ഷൻ ന്യൂറോ പാത്വേയിൽ നിന്നും വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പാത്വേ ആയിരിക്കും. അത് നിങ്ങളെ ഈ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതിന് പ്രധാനമായി ചെയ്യേണ്ടത് ഫിസിക്കൽ എക്സസൈസ് ആണ്. വീട്ടിൽ നിന്നും അകന്നു നിൽക്കുക, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുക, പുതിയ പുതിയ ഹോബീസ് കണ്ടെത്തുക, പുതിയ പുതിയ ആക്ടിവിറ്റീസ് കണ്ടെത്തുക, പുസ്തകം വായിക്കാം, മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാം, കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാം, ഫ്രണ്ട്സുമായി കൂടുതൽ സമയം ചിലവഴിക്കാം. പല ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലെല്ലാം നിങ്ങൾ ഏർപ്പെടാം. ഇത്തരം ആക്ടിവിറ്റീസിൽ മനസ്സിന് പ്ലഷർ തരുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഈ ഡോപാമൈൻ ആൾറെഡി ഉണ്ടാവുന്നത് കൊണ്ട്, വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് കൊണ്ട് തിരിഞ്ഞ് ഈ പോൺ അഡിക്ഷൻ എന്നുള്ള പ്രക്രിയയിലേക്ക് വരുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറയുന്നു. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും വീട്ടിലാണെങ്കിലും ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒറ്റയ്ക്ക് ഉറങ്ങരുത് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഇരുന്നാലും ഒറ്റയ്ക്ക് ഉറങ്ങിയാലും നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൽ പോൺ കാണുവാനുള്ള പ്രചോദനം കൂടുന്നതായി കാണാം. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒറ്റയ്ക്ക് കിടക്കരുത്, ഒറ്റയ്ക്ക് ഉറങ്ങരുത്. ഇത് നിങ്ങൾ തീർച്ചയായും പാലിച്ചിരിക്കണം. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിൽ പവർ വർക്ക് ചെയ്യുക. വിൽ പവർ നല്ലപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കി മാറ്റുക. അവരുമായിട്ട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കുക. അവരുടെ ഇമോഷണൽ അപ്രോച്ച് മനസ്സിലാക്കുക. അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് മനസ്സിലാക്കുക. നല്ലപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നല്ലപോലെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഒരു സെക്ഷുവൽ ഒബ്ജക്റ്റായി കാണുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കാതെ നല്ല നല്ല ആക്ടിവിറ്റീസിൽ, നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. പുതിയ ഹോബീസ് ഉണ്ടാക്കാം, എക്സസൈസ് ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം, വീട്ടുകാരുമായി സല്ലപിക്കാം, കുക്കിംഗ് ചെയ്യാം, വീടും പരിസരവും വൃത്തിയാക്കാം. നല്ല രീതിയിൽ നല്ല നല്ല പുതിയ ആക്ടിവിറ്റീസ് ധാരാളമുണ്ട്. പുതിയ കോഴ്സുകൾ പഠിക്കാം, പുതിയ ഓൺലൈൻ ഹോബി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ ഹോബി ക്ലാസ്സസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഓൺലൈനിലൂടെ ചെയ്യാം, ഓഫ്ലൈനിലൂടെ ചെയ്യാം. ഫ്രണ്ട്സുമായിരിക്കാം, പുറത്തേക്ക് പോകാം, സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടാം, അമ്പലം, പള്ളി മുതലായ സാമൂഹികമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി ഇടപെടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ആക്റ്റീവായി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോപാമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഡോപാമൈൻ നിങ്ങൾക്ക് ആൾറെഡി പ്ലഷർ തരുന്നത് കൊണ്ട് ഈ പോൺ സൈറ്റ്സിലേക്ക് പോകാനുള്ള പ്രചോദനം ഇല്ലാതാവുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുവാൻ ഒരു മടിയും കാണിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അതിനെ ചികിത്സിച്ച് മാറ്റുന്നതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് പോൺ സൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഒരു വാർണിംഗ് ആയി കണ്ട് കൂടുതൽ പോൺ സൈറ്റ്സ് അല്ലെങ്കിൽ പോൺ വീഡിയോസ് അല്ലെങ്കിൽ ബ്ലൂ ഫിലിംസ് കാണാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.